ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റാഷിദ് മാളിൽ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് കാണാം നമുക്ക് റാഷിദ് മാളിൽ. ഇനി നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് 5 റിയാലിൻ്റെ ഒരു കടയിലേക്ക് എത്തും. പിന്നെ ഇതാ ഈ മാളിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മളുടെ ക്യാഷ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ 2 ഗെയിമിങ്ങിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ടോയ്സിൻ്റെതും ഒന്ന് ബബിളിഗം പോലത്തെ മിഠായിയാണ് കേട്ടോ. അപ്പോൾ 2 റിയാലാണ് ഇതിൻ്റെ പൈസ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കലാണ്. ആദ്യം തന്നെ നമ്മൾ 2 റിയാലിൻ്റെ കോയിൻ ഇട്ട് കൊടുത്തപ്പോൾ അത് 2 പ്രാവശ്യം എടുത്തുനിന്ന് വീണു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു റിയാലിൻ്റെ ഇട്ട് കൊടുത്ത് 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ടോയ്സ് മാത്രമുള്ള ഒരു ഹാളിലേക്ക് ഇരുന്നിട്ടോ. ഒരു നില മൊത്തം ടോയ്സ്, ഫുള്ളായിട്ട് ടോയ്സ് കേട്ടോ. ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട്. 5 റിയാലാണ് കൂടുതലും. 5 റിയാലല്ലാതെ 10 റിയാലിൻ്റെ 15 റിയാലിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ളത് 5 റിയാൽ തന്നെ കേട്ടോ. പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പാക്കുകൾ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറ്റിയിട്ടുള്ള ഒരുപാട് പേപ്പർ ബാഗുകളാണ്. അതുപോലെ തന്നെ ബോക്സുകൾ ടൈപ്പുകളും ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. ആയിട്ട് ഗിഫ്റ്റിൻ്റെ ബോക്സ്, എന്താ പറയുക, പേപ്പർ ബാഗ്, അതുപോലെ ഗിഫ്റ്റിൻ്റെ ബോക്സ്, അതുപോലെ ഫ്ലവേഴ്സ്, അതൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ ഇത് ഭാഗം. പിന്നെ വീട്ടിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഡെക്കർ ഐറ്റംസുകളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ മിറർ ടൈപ്പ് ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പ് ലൈറ്റുകൾ, മിററ്, അതുപോലെ തന്നെ മിററിൽ തന്നെ വരുന്ന ലൈറ്റുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റം ഇവിടെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിനും 5 റിയാലാട്ടോ ഇവിടെ എഴുതി വെച്ചത്. ഫുള്ള് 5 റിയാലിൻ്റെ ആണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടധികം ക്യാൻഡിൽസ് വെക്കാൻ പറ്റിയിട്ടുള്ള ബോട്ടിൽസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവർ വെക്കാൻ പറ്റിയിട്ടുള്ള ബോട്ടിൽസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിതൊക്കെ നോക്കി വന്നപ്പോഴേക്കും മൂക്ക് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾ അതിൽ തന്നെ ഇരുന്നിട്ട് ഉറങ്ങുകയാണ്. നമ്മൾ നേരെ മുകളിലേക്ക് കയറി വെക്കാമെന്ന് കരുതി. അപ്പോൾ മുകളിൽ വന്ന് നോക്കിയപ്പോൾ ഫുള്ള് പാത്ര ഐറ്റംസാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കേട്ടോ. ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളാണ്. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പുഡിങ് ഉണ്ടാക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് കാണാൻ രസമുള്ള ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് വുമൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള പാത്രങ്ങൾ വാങ്ങിക്കുന്ന ഭാഗത്തും ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഭാഗത്തൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവർ ഫോണൊക്കെ വാങ്ങിയിട്ട് നോക്കി ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ അവർ കേസൊക്കെ കൊടുത്താൽ ആകെ പെട്ടുപോകും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ നോക്കുന്ന ഐറ്റംസ് മാത്രം. എല്ലാതും അതിൽ പെട്ടിട്ടില്ല. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പാണെങ്കിലും ചില്ലിൻ്റെ ബോക്സ് ആട്ടോ. അത് ഫുള്ള് ഗ്ലാസ് ടൈപ്പ് ബോക്സാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയൊക്കെയാണ് പോയിരുന്നത്, ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മിഠായി ഐറ്റംസ് ആണ് കേട്ടോ. പല ടൈപ്പിലുള്ള മിഠായികളും ചോക്ലേറ്റുകളും ബിസ്ക്കറ്റ് അതുപോലെ തന്നെ കേക്ക് ഐറ്റംസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. 11 റിയാലിൻ്റെ ഉണ്ട്, 10 റിയാലിൻ്റെ ഉണ്ട്, 5 റിയാലിൻ്റെ ഉണ്ട്, അങ്ങനെ പല വിലയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.